ഹലോ, നമുക്ക് പൈപ്പ് ക്ലീനറിനെ കൊണ്ടൊരു റിങ് ഉണ്ടാക്കിയാലോ? ഒരു സൺഫ്ലവർ റിങ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊരു യെല്ലോ പൈപ്പ് ക്ലീനർ എടുക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തുണ്ടാക്കുക. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് പൈപ്പ് ക്ലീനറും ഗ്ലൂവും മാത്രം മതി. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പെറ്റൽസ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പൈപ്പ് ക്ലീനർ തീരുന്നത് വരെ ട്വിസ്റ്റ് ചെയ്തിട്ട് മാക്സിമം എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ഫ്ലവർ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക. സോ ഇതുപോലെ ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. 2 പെറ്റൽസ് അല്ല, ഫ്ലവർ ബേസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നടുക്ക് പാർട്ടിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ജസ്റ്റ് ഒന്നായൊരു ഷേപ്പ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നടുക്കുള്ള പോർഷന് വേണ്ടിയിട്ടൊരു ബ്രൗൺ പൈപ്പ് ക്ലീനറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് അതൊരു റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു ഷേപ്പ് മതി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ചെറിയൊരു പീസ് മതി കേട്ടോ. ബാക്കിൽ കാണുന്ന ഞാൻ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്, ചോദിക്കുക. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ പൈപ്പ് ക്ലീനർ എടുത്ത് നമ്മുടെ റിങ്ങിൻ്റെ ഷേപ്പിൽ ഒന്ന് കൈയുടെ ഫിംഗറിൻ്റെ ഷേപ്പിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത് ഒരു 4 ലീഫ് ജസ്റ്റ് സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിന് ഗമ്മൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ട്വിസ്റ്റിങ്ങിന് നല്ല സ്റ്റേണായിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ നിന്നോളും. ഈ ഓരോ പാർട്സും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഗം യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ലീവ്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ 2 ബേസും ഈ യെല്ലോ ബേസും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പുറകിലുള്ളത് നമ്മുടെ 2 ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 2 ബേസും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ ബ്രൗൺ ആ ഒരു സെൻറ്റർ പാർട്ട് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിങ് റെഡിയായി കേട്ടോ.